നിന്റെ അടുത്താ ചോദിക്കണ. എന്തൂട്ടാ അമ്മ? മോനെ നിനക്ക് ഊണൊന്നും കഴിക്കണ്ടേന്ന് തന്നാ. അതേ, നാളേരം ചെറിയ തന്ന അമ്മ നല്ല ചമ്മന്തി അരച്ചുതരാം. എന്നാ എനിക്കിന്ന് ചോറ് വേണ്ട. അതടിച്ചു പോയി. അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനായി. ഇന്ന് നമ്മളൊരു പുതിയ അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകാൻ ഇഷ്ടം? എനിക്ക് വലുതാകുമ്പോൾ ഒരു സിനിമ പിടിക്കണം ടീച്ചറെ. കർഷകശ്രീ, ക്ഷീരശ്രീ, കുടുംബ കർഷകശ്രീ, ബാലകർഷകശ്രീ, മികച്ച നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി, സമ്മിശ്ര കൃഷി കർഷകൻ എന്നീ ഇനങ്ങളിലും, മികച്ച ഫാർമേഴ്സ് ക്ലബ്ബ്, കുടുംബശ്രീ, SHG എന്നീ ഇനങ്ങളിലും, വെള്ളക്കടലാസിൽ പേര്, അഡ്രസ്, ഫോൺ, മത്സര ഇനം, കൃഷിയിടത്തിന്റെ വിസ്തൃതി എന്നിവ കാണിച്ച് ഓണം കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഇത് വളർന്ന് വലുതാകുന്നു. ഇതാണ് ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണം. പലപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വ്രണം ക്യാൻസറിന്റെ ലക്ഷണമാകാം. സാധാരണ മരുന്നുകൾ കഴിച്ചിട്ടും 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും വായിക്കാത്തുണ്ടാകുന്ന വായ്പുണ്ണ് അഥവാ അമ്മ എന്നൊരു 3 രൂപ തരോ? ഇന്ന് സ്കൂളിൽ സിനിമ കളിപ്പിക്കുന്നുണ്ട്. പ്രത്യക്ഷപ്പെടുന്ന ഈ അസുഖം ഏതാണ്ട് ആകാശമേലേ സ്വപ്നമൊരു കൊട്ടാരം, കൊട്ടാരമേറാം പാറാം പറക്കാം. മുന്നിലൊരു മൺപാത നീളും, അതു താണ്ടാം തളരാതെ. നാളെയുടെ വേനൽ മഴയിൽ കുതിരും ആകാശമേലേ സ്വപ്നമൊരു കൊട്ടാരം.
മണി 10 ഇവിടുത്തെ തമ്പുരാൻ ഇതേ വരെ എണീറ്റിട്ടില്ല. അവനും ഉണ്ട്, അവൻ്റെ കുറെ കൂട്ടുകാരും ഉണ്ട്. എന്നാ വീട്ടുകാർക്ക് വല്ല ഗുണമുണ്ടോ? അതുമില്ല. ഇങ്ങനെയുണ്ട് ഒരു സിനിമ പ്രാന്ത്. ഓ, ഇവിടുത്തെ സിനിമ മാസികളൊക്കെ എടുത്ത് ഞാൻ കത്തിച്ച് കളയാൻ പോവാ. അമ്മേ ചായ. ഉച്ചയ്ക്ക് എണീക്കണവർക്ക് ഇവിടെ ചായ ഇല്ല. മനുഷ്യനിവിടെ ജോലി എടുത്ത് നടു ഒടിഞ്ഞിരിക്കുക. പത്ത് മണി കഴിഞ്ഞു. നാളീരം ചിരകി തന്നില്ലെങ്കിലേ ഇന്നിവിടെ കറി വെക്കലുണ്ടാവില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാധമ്മയുടെ അടുത്തുനിന്നേ റേഷൻ കാർഡ് മേടിച്ചിട്ട് അരി മേടിച്ചോളോട്ടാ. നാളെ മറ്റന്നാ മാസാവസാന. പച്ചരി കിട്ടുകച്ചാ അതും മേടിച്ചോ. ഷൂ, ഈ സൂചി ഒന്ന് കോർത്ത് തന്നേടാ. ഡാ ഇട്ടാപ്പോട്ടാ നിന്റെ അടുത്ത്. ഒരു കാരണവുമില്ലാതെ ഒരാളെ അടച്ചാക്ഷേപിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ സാക്ഷി നിർത്തി നോക്കുമ്പോൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെ ബന്ധും ഹർത്താലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും 2 വട, ഒരു സ്ട്രോങ് ചായ, പിന്നെ 2 സിഗരറ്റ്, ബാക്കി ചിലർക്ക് സെൻട്രൽ ഫ്രഷ് എടുക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ നല്ല മാതൃകയായി വേണം പ്രവർത്തിക്കേണ്ടത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് കളം മാറ്റി ചവിട്ടുകയും വാർത്തകളെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പൂച്ചയാക്കിയതിനു ശേഷം ആ വാർത്തയ്ക്കും 2 വരി തലക്കെട്ട് കൊടുത്ത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ പിന്താങ്ങിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് 2 വരി തലക്കെട്ട് എഴുതി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ് നമ്മൾ ആദ്യം പോരാടേണ്ടത്. വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്, അതൊന്ന് കാണിക്കണോ? ഈ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഈ പെണ്ണും പ്രേമൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഇടുന്ന ഷെട്ടി വരെ ബ്രാൻഡഡ് ആക്കാം. കേക്കണ്ട? ചേട്ടനെ വിളിച്ചാ? നീ എന്തിനാ വളിക്ക് വിളിയാക്കണേ? എടാ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവൻ നോക്കി. കിക്കർ ലൂസാ. ഈശ്വരോ. ഹലോ ഹലോ. ആ സാറേ, സാറിന്റെ അടുത്ത പടത്തിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ചാൻസ് തരാമോ? ഇല്ല സാറേ, ഞാൻ നന്നായിട്ട് പണിയെടുത്തോളാം. ഞാൻ ബംഗാളി പണിയുന്ന പോലെ പണിതോളാം. പ്ലീസ് സാറേ പ്ലീസ്. മണിച്ചേട്ടോയ്, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കോ? ഓ, ഇതെല്ലാം കണ്ടുപിടുത്താന്നേ. ഇതിലൊന്നും ഒരു സുഖമില്ല. കയ്യിലാണെങ്കിൽ കാശും ഇല്ല, ഇല്ല. പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വേണ്ടാ. എനിക്കൊരു സിനിമ പിടിക്കണം. എന്നാ പിന്നെ നായകൻ ഞാനാ. ഒരു നായകൻ എനിക്ക് സെറ്റ് ചെയ്യുന്ന മതിരാ. ഞാൻ ചെയ്യുന്ന സിനിമ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ലേപ്പടമൊന്നുമല്ല. അയ്യേ മണിച്ചേട്ട സോമനായി. ഒന്ന് പോയരാ ഷവി. അടിക്കടിക്ക് അടിച്ചൂടെ. എന്നാ അടിച്ചേടാ. അടിക്കടിക്ക്. ആ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു തട്ടിക്കൂട്ട് കഥയാണെന്ന്. എന്നാൽ അങ്ങനല്ല. എനിക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല പോളേട്ടാ. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും എവിടേക്കോ കുത്തിക്കുറിച്ച് വെച്ച കഥയും ഞാൻ ആദ്യമായിട്ട് പറയുന്നത് പോളേട്ടനോടാ. പോളേട്ടൻ എന്നെ മനസ്സിലാക്കുന്ന പോലെ എന്നെ ആരും അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല പോളേട്ടാ.
ആകെ കൂടെ കൂട്ടിനുള്ളത് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കൂടെ നടക്കുന്ന കൂട്ടുകാർ മാത്രമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ പലർക്കും പലതാ. ചിലർക്കൊരു നേരം പോക്ക്, ചിലർക്ക് കച്ചവടം. നിന്നെ പോലെ സിനിമയെ കാണുന്ന ഒരു കുറവാണ്ട. എന്റെ കഥ നിനക്കറിയോ? അപ്പം പടായപ്പ വീടും പറമ്പും വിറ്റു ഭാഗിച്ച ഇളയപ്പന്മാരെ എനിക്ക് കുറെ പൈസ തന്നിട്ട് നീ എന്തുട്ട് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. ഭാഗ്യത്തിന് പ്രാരാബ്ദമൊന്നും തന്നില്ല. എന്റെ അപ്പന്റെ ഒരുപാട് കാലത്തെ വിയർപ്പാ പറമ്പ്. ആ പൈസയും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയതും കൂട്ടിയിട്ട് ഞാനൊരു 16mm പ്രൊജക്ടർ ആയിട്ട് വാങ്ങി സിനിമ കാണിക്കാൻ തുടങ്ങി. ഞാൻ പോവാത്ത പള്ളിപ്പറമ്പില്ല, ഞാൻ പോവാത്ത പൂരപ്പറമ്പില്ല. അന്ന് നമ്മുടെ ജോസിലെ ഓപ്പറേറ്റർ ശ്രീധരേട്ടനാ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ പോയിട്ട് സഹായിക്കും. അന്ന് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഒരു കൊട്ടക ഉണ്ടാക്കണം. അന്ന് നമ്മളെ കാണുമ്പോൾ ചിലവരൊക്കെ വിളിക്കും സിനിമാക്കാരാന്ന്. സംഗതികളി തമാശക്കാണെങ്കിലും കേൾക്കുമ്പോ ഒരു രസാ, ഒരു സുഖം. ഏകദേശം എന്റെ ഈ പ്രായത്തിലെ നമ്മുടെ കുന്നംകുളം ചെറുളയം പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോഴാ അവിടെ കാണിച്ചിരുന്ന സിനിമ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഒരു പ്രകാശത്തിലെ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറി മരണത് കണ്ടപ്പോഴേ എല്ലാരും പോലെ എനിക്കും തോന്നി, സംഗതി കൊള്ളാലോ, നല്ല കൗതുകം. പണ്ടത്തെ കാര്യ. പിന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോട്ടാ. അവർ രണ്ടുപേരും ഉണ്ടാവില്ലേ? ഒരു പൈസ വല്ലതും വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വാങ്ങിക്കോ. നിനക്കറിയോ, അന്നത്തെ എന്റെ അപ്പന്റെ സ്ഥലത്തായി നീ തിയേറ്റർ നിൽക്കുന്നത്. ഒരു വാശിപ്പുറത്ത് എനിക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റുമെങ്കിലേ നിനക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂടാ. എന്നെ എനിക്ക് ചെറുപ്പം മുതലേ അറിയണതല്ലടാ. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചിയില്. പോവാനുള്ള പൈസക്ക് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാ നിങ്ങൾ വിളിക്കണേ. അപ്പൊ നീ കഴിഞ്ഞ ആഴ്ച പോയതോ? ഓ, അത് കിട്ടിയില്ലേ. ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിലോ ജോലി തരണം. ഇതാണ് ഓരോ ബിടെക്കാരന്റെ അവസ്ഥ. ഇതിലും അത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ പൊതിഞ്ഞേടി വേറെ വല്ല പണിക്ക് പോണതാ. എടാ, നമ്മുടെ ജീവിതത്തിന് നമുക്ക് തന്നെ ഒരു പ്ലാനിങ് വേണോ? നീ കേട്ടിട്ടില്ലേ, പ്ലാൻ പണ്ണാമേ ഒന്നുമേ പണ്ണക്കൂടാതെ. എടാ, എനിക്കിപ്പോ ഒരു ഡയറക്ടർ ആകാൻ ആഗ്രഹം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, ആദ്യം ഒരു സംവിധായകന്റെ അടുത്ത് പോകും. എന്നിട്ട് സംവിധായകനോട് ഞാൻ പറയും, സാറേ, ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാണ്. എനിക്ക് സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം. കാല് പിടിക്കേണ്ട സീനൊക്കെ വന്നേക്കാം, എന്നാലും നമ്മൾ പിടിവിടൂല. ഇങ്ങനെയൊക്കെ സെന്റ് അടിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറയും, സാറേ, എന്റെ കയ്യിലൊരു കഥയുണ്ടെന്ന്. അതിന് നിന്റെ വല്ല കഥ എങ്ങനെയുണ്ടാ? ഉണ്ടോന്നോ? എന്നെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ നടക്കുന്ന എല്ലാവന്മാരുടെയും കാണും ഒരു അടിപൊളി സ്ക്രിപ്റ്റ്. എടാ, ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. അതാ സൗബിക്കാട് ഈ പറവ. നിങ്ങൾ കണ്ടോടാ, ഒരു ദിവസം ഈ ചുവരുകളിൽ എന്നെങ്കിലും എന്റെ സിനിമയുടെ പോസ്റ്ററും വരും. കേരളവർമ്മ കോളേജിൽ ഞാനും നിന്റെ അച്ഛനും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അവൻ. ഒരു നല്ല കലാകാരൻ. കോളേജ് യുവജനോത്സവ നാടകവേദികളിലെ മികച്ച അഭിനയ പ്രതിഭ. വേലായുധ മാഷിന്റെ നാടകങ്ങളിലെ പ്രിയപ്പെട്ട നടൻ. രാഷ്ട്രീയവും കലയും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നൊരു സുവർണ കാലമായിരുന്നു ഞങ്ങൾക്കത്. സമരങ്ങളും സമരപ്പന്തലുകളിലെ തെരുവു നാടകങ്ങളും. അതിനിടയ്ക്കാണ് എന്റെ കൊച്ചു വായാടിപ്പങ്ങൾക്ക്, അതായത് നിന്റെ അമ്മയ്ക്ക്, വീട്ടിലെപ്പോഴോ വന്നു കണ്ട് പരിചയമുള്ള അവനോട് അടക്കാനാവാത്ത പ്രണയം തോന്നിയത്. വീട്ടുകാർക്കും പൂർണ്ണസമ്മതം. എന്റെ ഉറ്റ ചങ്ങാതി ആയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല. അവിടെയായിരുന്നു എനിക്ക് പഠിച്ചത്. നാടകത്തോടുള്ള ആത്മാർത്ഥത ജീവിതത്തോടും കുടുംബത്തോടും കാണിക്കാത്തവനാണ് എന്റെ സുഹൃത്തെന്നറിയാൻ ഞാൻ ഏറെ വൈകി. മോനെ, അച്ഛന്റെ കഴിവുകൾ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ നന്നായിട്ട് പ്രകടിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കണം. അച്ഛനെപ്പോലെ ജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തിയാവരുത്. നിന്റെ അമ്മയ്ക്ക് നിന്നിൽ നല്ല പ്രതീക്ഷയുണ്ട്. നീ അത് കണ്ടില്ല എന്നടിച്ച് ആ പാവത്തിനെ കണ്ണീരിലാഴ്ത്തരുത്. ഹലോ ഹലോ, അമ്മ. പറയ്. അമ്മ ഇപ്പൊ എവിടാ? ഞാനോ? ഞാൻ റേഷൻ കടയില് അരി വാങ്ങാൻ നിക്കണു. നിന്നോട് പറഞ്ഞിട്ട് നീ കൂട്ടാക്കിയില്ലല്ലോ. മാസാവസാന ഇന്നും കൂടെ അരി കിട്ടുള്ളൂ.
യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായ ഒരു സിനിമ ജനിക്കുന്നത് 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് എഴുതിക്കൂട്ടുന്നതല്ല. നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന അവിടെയുള്ള മനുഷ്യരെ ഒബ്സർവ് ചെയ്തും പ്രധാന കഥാപാത്രങ്ങളായി വർണ്ണിച്ചും അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ സിനിമയിൽ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും നമ്മൾ കണ്ടെത്തണം. അതാ കഥയിൽ ഒരു ഇൻസ്പിറേഷനും സാധ്യതകളുമായി മാറ്റാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അതാണ് എൻ്റെ ഒരു ലൈൻ. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. പലരും പല ചിന്താഗതിയുള്ളവരാണ്. എല്ലാവരും ഒരുപോലെയാണെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവും. ഓക്കെ സാർ. ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു കൊണ്ടേറടാ കനവിന്റെ വഴികള്. കല്ലുരുട്ടി മല കയറും നാരായണത്താകണം, നാടൊരു നാളു നിന്നെ വാഴ്ത്തണം. ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു കൊണ്ടേറടാ കനവിന്റെ വഴികള്. ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു കൊണ്ടേറടാ കനവിന്റെ വഴികള്. തട്ടാത്തതെന്തുണ്ട്, തട്ടാന്റെ പൊന്നുണ്ട്, പൊന്നുപോലെ ഉരുകിയെരിയും ഒരു മനസ്സുണ്ട്. തട്ടാത്തതെന്തുണ്ട്, തട്ടാന്റെ പൊന്നുണ്ട്, പൊന്നുപോലെ ഉരുകിയെരിയും ഒരു മനസ്സുണ്ട്. തോറ്റുപോകാനാവില്ല, ആരും തന്ന വാക്കില്ല. തോറ്റുപോകാനാവില്ല, ആരും തന്ന വാക്കില്ല. നമ്മോടൊപ്പം ചേരും കാലം പുതിയൊരു കാലം, പുതിയൊരു കാലം. ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു കൊണ്ടേറടാ കനവിന്റെ വഴികള്. കല്ലുരുട്ടി മല കയറും നാരായണത്താകണം, നാടൊരു നാളു നിന്നെ വാഴ്ത്തണം. ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു കൊണ്ടേറടാ കനവിന്റെ വഴികള്, കനവിന്റെ വഴികള്. അളിയ ഇതല്ലേ നിന്റെ സിനിമ പടം? നൈസായിട്ടാ പൊളിച്ച്. നിനക്ക് ഈ ആർട്ടും റിയലിസ്റ്റിക്കും വിട്ടുള്ള ഒരു കളിയില്ലല്ലോ മോനെ. നൈസായിട്ടാ പൊളിച്ചിട്ടുണ്ട്. ഇതാടാ ഞാൻ പറഞ്ഞ എന്റെ സിനിമ പടം. ഞാരകം. പക്ഷെ അതല്ലടാ പ്രശ്നം. ഇതിനുള്ള ബജറ്റ് നമ്മൾ ഇവിടെ ഒപ്പിക്കും. വീട്ടിൽ അമ്മ അറിഞ്ഞിട്ടില്ല.
കഴുത്തി കിടന്ന മാലോടെ പണയം വെച്ച്. ആ ബെസ്റ്റ്. അർജുൻ പറഞ്ഞ ശരി തന്നെയായിരുന്നുടാ, നിനക്ക് പ്രാന്ത, സിനിമാ പ്രാന്ത്. അതേടാ, ഈ ഷോർട്ട് ഫിലിം എനിക്ക് നന്നാക്കണടാ. ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മേക്കിങ്ങിലൂടെ ഞാൻ മാറ്റിയെടുക്കും. എടാ നിനക്കറിയോ, ഞാനൊരു സംവിധായകൻ്റെ അടുത്ത് ആദ്യമേ ചെന്ന സംവിധായകൻ എന്താ ചോദിക്കാന്നറിയോ? ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടോന്ന്. എൻ്റെ വീട്ടുകാരെ കൊണ്ട് എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. എടാ, വല്ലയിടത്തും പോയി പഠിക്കുന്നവർക്ക് മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുമില്ല. ഞാനും ചെയ്യൂടാ. അതാണ് ഈ ഷോർട്ട് ഫിലിം. സിനിമയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ ഷോർട്ട് ഫിലിം. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ തെറ്റുകളിൽ നിന്നല്ലടാ നമ്മൾ ഓരോന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നത്. ആ അതില്ല. നീ അവളെ കാണാറുണ്ടോ? അന്നിഷ്ടമാണെന്ന് പറയാൻ പോയിട്ട് അവൾ അമ്മ പിടിച്ചല്ലേ, നൈസായിട്ട് തേച്ചല്ലേ. നീ വെറുതെ ഓരോന്നൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. അതങ്ങനൊന്നും അല്ല. എനിക്കവളെ ഇഷ്ടമായിരുന്നു. ഞാൻ അവളെ വിളിച്ചപ്പോ അവൾ തിരിഞ്ഞു നോക്കി. നീ എന്താ അവളോട് ചോദിച്ചത്? ഞാൻ അവളെ കയറി പെങ്ങളെന്ന് വിളിച്ചു. അവളെ കളിയാക്കിയെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ചിലപ്പോ അവൾ അമ്മയോട് അങ്ങനെ പറഞ്ഞേ. ആകെ സീനായി. എടാ അതൊന്നുമല്ല ഇപ്പൊ എനിക്കിപ്പോ പ്രണയം സിനിമയോടാണ്. തലയിലും മൊത്തം സിനിമയാണ്. നന്നായി ചെയ്യാൻ കഴിയുന്ന 1000 കാര്യങ്ങളല്ല, ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് നമ്മളെ നിർവചിക്കുന്നതെന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സിനിമയാണ്, സ്വപ്നമാണ്, എൻ്റെ വികാരമാണ്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അതെനിക്കുള്ളതായിരിക്കും. ഒക്കെ ശരിയാവണമത്തെ. പിന്നെ ഞാൻ അവളുടെ കാര്യം പറയാൻ ഒരു കാരണണ്ടാ. അവളുടെ കല്യാണം അവിടെ അടുത്ത ആഴ്ച. കല്യാണം? ഈ കഥയുടെ വലിയൊരു കൊട്ടിഘോഷങ്ങളോട് കൂടി അവസാനിക്കലിന് അർത്ഥമില്ല. കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയുടെ മധ്യയാണ്. വിശപ്പും സങ്കടവും പ്രാരാബ്ദവും ടെൻഷനും എല്ലാം ഒരുമിച്ച് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം കൈകൾ ഉയർത്തുന്നത് കൂട്ടത്തിലുള്ളൊരു സിനിമാമോഹിയായിരിക്കും. സ്വപ്നങ്ങൾ കണ്ടു നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ ഒരു